ഗേൾസ് ആകർഷിക്കപ്പെടുന്നത് നല്ല ലുക്കിലാണെന്നാണ് മിക്ക ബോയ്സും കരുതുന്നത്, അല്ലെങ്കിൽ പണത്തിൽ. അതുമല്ലെങ്കിൽ നല്ല മധുരമായ വാക്കുകളിലുമായിരിക്കും. പക്ഷേ ഞാനൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിൽ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു കാര്യവുമില്ല. അവൾ കാണുന്ന കാര്യങ്ങളിലല്ല വീഴുന്നത്, അവൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളിലാണ്. ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് അറിയുന്നതിന് മുൻപേ അവൾക്ക് ആ ഒരു ഫീലിംഗ് തോന്നിത്തുടങ്ങും. ചില ബോയ്സ് ഒരു റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു വാക്കുപോലും പറയണ്ട, എല്ലാവരുടെയും കണ്ണുകൾ അവരെ തന്നെ ശ്രദ്ധിക്കും. അതൊരു ഭാഗ്യമല്ല, അതിൻ്റെ പിന്നിൽ വളരെ ശക്തമായ ഒരു രഹസ്യമുണ്ട്. യഥാർത്ഥ ആകർഷണത്തിന്റെ സത്യം എന്താണെന്നോ, അത് തലച്ചോറ് ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമേ അല്ല, മറിച്ച് അത് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവമാണ്. തലച്ചോറിന് ചിന്തിക്കാൻ സമയം കിട്ടും മുൻപേ അവളുടെ ശരീരം അതിൻ്റെ തീരുമാനമെടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് മാത്രം ആകർഷിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ആ ഒരു എനർജിയായി മാറണം. കാരണം യഥാർത്ഥ ആകർഷണം എന്നത് ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഒരു ബോയുടെ സ്വഭാവത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഊർജ്ജമാണ് അതിന് തീ കൊളുത്തുന്നത്, അല്ലാതെ അയാളുടെ സംസാരമല്ല. അതായത് ആ ശാന്തമായ ആത്മവിശ്വാസം, എനിക്കെന്നെ തന്നെ തെളിയിക്കേണ്ട ആവശ്യമില്ല എന്നൊരു എനർജി. ശ്രദ്ധ കിട്ടാൻ ശ്രമിക്കാത്ത, പക്ഷേ താൻ വിചാരിച്ചാൽ അത് നേടാൻ കഴിവുണ്ട് എന്ന് സ്വയം അറിയുന്ന ഒരാൾ, അതാണ് യാഥാർത്ഥ്യം. ആരെയാണ് ആകർഷിക്കേണ്ടതെന്ന് അവൾ തിരഞ്ഞെടുക്കുന്നില്ല, അവളുടെ അന്തർബോധമാണത് തീരുമാനിക്കുന്നത്. ഓരോ ഗേളിൻ്റെ ഉള്ളിലും ഒരു സെൻസർ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ആ സെൻസർ പെട്ടെന്ന് പിടിച്ചെടുക്കും. നിങ്ങളുടെ സംസാരരീതി, നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വേഗത, നിങ്ങൾ നിൽക്കുന്ന രീതി, ഇതെല്ലാം അവൾ ശ്രദ്ധിക്കും. ഒരു ബോയ് തൻ്റെ അംഗീകാരത്തിനായി അവളുടെ പിന്നാലെ നടക്കുന്നുണ്ടോ, അതോ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെയാൾ അവളെ സുരക്ഷിതയാക്കും, രണ്ടാമത്തെയാൾ അവളെ തീരെ ആകർഷിക്കില്ല. കാരണം നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ അവൾക്ക് കൊടുക്കുന്നു എന്നതിലല്ല ആകർഷണമുണ്ടാകുന്നത്, മറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ശ്രദ്ധ ആവശ്യമില്ല എന്നതിലാണ്. നിങ്ങൾക്ക് അവളുടെ പ്രതികരണം ആവശ്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്ന ആ നിമിഷം അവൾക്ക് നിങ്ങളോടുള്ള താൽപ്പര്യം കുറയും. അവൾക്ക് എപ്പോഴും ചിന്തിക്കാൻ തോന്നുന്നയാൾ ആരാണെന്ന് അവൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളായിരിക്കും. നമുക്കിതൊന്ന് സങ്കല്പിക്കാം. രണ്ടുപേർ ഒരു റൂമിലേക്ക് വരുന്നു. ആദ്യത്തെയാൾ ഓരോന്നിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവൻ അവളെ അഭിനന്ദിക്കും, ഒരുപാട് ചിരിക്കും, സംസാരത്തിൽ ഒരു നിശബ്ദതയും വരാതെ നോക്കും. അയാൾ തെറ്റായതൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അവൾക്കത് ഫീൽ ചെയ്യാൻ കഴിയും. ആ ഒരു ടെൻഷൻ, അവളെ ഇംപ്രസ് ചെയ്യാനുള്ള ആ ആഗ്രഹം, ആ ശ്രമത്തിൻ്റെ എനർജി. ഇനി രണ്ടാമത്തെ ആൾ, അയാൾ അധികം സംസാരിക്കുന്നില്ല. അയാളുടെ ചലനങ്ങൾ സാവധാനമാണ്, നിയന്ത്രിതമാണ്, സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കും. അവൻ അവളെ നോക്കുമ്പോൾ അതൊരു യാചിക്കുന്ന നോട്ടമല്ല, മറിച്ച് ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങളെ കണ്ട് എൻ്റെ ലോകം മാറുന്നില്ല എന്നൊരു ഭാവം ആ നോട്ടത്തിലുണ്ടാകും. അവൾ എപ്പോഴും നോക്കുന്നത് ആ രണ്ടാമത്തെ ആളെയാണ്. അവൾ ഓർമ്മിക്കുന്നതും അയാളെ തന്നെയാണ്. കാരണം അയാൾ അവളുടെ എനർജിക്ക് പിന്നാലെ പോകുന്നില്ല, അയാൾ അവളെ തൻ്റെ ലോകത്തേക്ക് ആകർഷിക്കുകയാണ്. അവൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടാനുള്ള കാരണം ഇതാണ്: ആത്മവിശ്വാസം എന്നത് പുറമേയുള്ള ഒരു കാര്യമല്ല, അത് നിങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന ആ ഒരു സ്വാധീനമാണ്. മിക്ക ബോയ്സും ഒച്ചയുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലർ മാത്രം നിശബ്ദരായിരിക്കും. ആ നിശബ്ദതയിലാണ് യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അഭിനയിച്ച് കാണിച്ചതുകൊണ്ട് ഒരാളെ ആകർഷിക്കാൻ കഴിയില്ല. നിങ്ങൾ ആരാണോ അതുപോലെ ഉറച്ചു നിന്നുകൊണ്ട് ആകർഷിക്കുക. അപേക്ഷയില്ല, തെളിയിക്കാനില്ല, നിങ്ങൾ നിങ്ങളായി തന്നെ നിലനിൽക്കുക, പൂർണ്ണമായി, ഒരു മടിയും കൂടാതെ. കാരണം നിങ്ങൾ അവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിർത്തുന്ന ആ നിമിഷം അവൾക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും യഥാർത്ഥമായി അനുഭവിക്കാൻ തുടങ്ങും. അവസാനം അവൾ എല്ലാവരിലേക്കും ആകർഷിക്കപ്പെടുന്നില്ല, പക്ഷെ അവൾക്ക് ആ ശാന്തമായ ശക്തമായ സാന്നിധ്യം അനുഭവപ്പെടുമ്പോൾ അവൾക്കതെന്താണെന്ന് വിശദീകരിക്കാൻ കഴിയില്ല, അവൾക്കത് അവഗണിക്കാനും കഴിയില്ല. ഇത് തന്ത്രങ്ങളെക്കുറിച്ചുള്ളതല്ല, മറിച്ചൊരു തന്ത്രവും ആവശ്യമില്ലാത്ത ഒരാളായി നിങ്ങൾ മാറുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ആ സത്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം തിരിച്ചറിയാൻ കഴിയും: നിങ്ങൾ ആകർഷണത്തിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ആകർഷണം സംഭവിക്കുന്നതിൻ്റെ കാരണം നിങ്ങളായി മാറുകയായിരുന്നത്രേ വേണ്ടത്.